ഇത് KSRTCയുടെ കാര്യം. ഇനി അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ശബരിമലയിലേക്കുള്ള കാനന പാതകളിൽ ഒന്നാണ് സത്രം പുല്ലുമേട് പാത. അപ്പോൾ ഈ ഒരു ഇടത്താവളത്തിൽ സത്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. ഇവിടെ തീർത്ഥാടകരുമായി എത്തുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. സത്രത്തെ പ്രധാന ഇടത്താവളമായി മാറ്റുമെന്ന് ദേവസ്വം മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡ് ഇപ്പോഴും അനാസ്ഥ അതേപോലെ തന്നെ തുടരുകയാണ്. പ്രധാന ഇടത്താവളം ആക്കണം. ഇപ്പോൾ ഓരോ ഇടത്താവളങ്ങളിലെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇടത്താവളങ്ങളാക്കി നമ്മുടെ സത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തും. ഇതേ പ്രഖ്യാപനം മുൻ വർഷവും മന്ത്രി നടത്തിയതാണ്. പക്ഷേ ഇപ്പോഴും സത്രം പ്രധാന ഇടത്താവളമായി മാറിയിട്ടില്ല. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രവും താൽക്കാലികമായി നിർമ്മിച്ച കടകളും വിരിവെപ്പ് കേന്ദ്രങ്ങളും മാത്രമാണ് ഇവിടെയുള്ളത്. തീർത്ഥാടകരുമായി എത്തുന്ന വാഹനങ്ങൾക്ക് പരിമിതമായ പാർക്കിംഗ് സൗകര്യം. ബസ്സുകൾക്ക് 100ഉം വാനുകൾക്ക് 60ഉം മറ്റ് ചെറുവാഹനങ്ങൾക്ക് 30 രൂപ മുതൽ 50 രൂപ വരെയുമാണ് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത്. എന്നാൽ ഡ്രൈവർമാർക്ക് ഒന്ന് വിശ്രമിക്കാനുള്ള ഇടം പോലും ഇവിടെയില്ല. നമ്മൾ കിലോമീറ്റർ കണക്കിന് ഓടി വരുന്ന ആൾക്കാരാണ്. ഒരു സൗകര്യമില്ല, ബാത്റൂം സൗകര്യമില്ല, ഭക്ഷണ സൗകര്യമില്ല. ഭക്ഷണത്തിനാണ് അവർ തോന്നുന്ന വിലയാണ്. വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇപ്പം 2-3 ട്രിപ്പ് അത് ഒരു ഇതുമില്ല. പോലീസുകാരെ കൊണ്ടാണ് അങ്ങേയറ്റം ശല്യമാണ്. ഹോട്ടലുകളിൽ അമിത വില ഈടാക്കുന്നുവെന്നും ഇവിടെ എത്തുന്നവർക്ക് പരാതിയുണ്ട്. ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും പരിമിതമാണ്. ദേവസ്വം ബോർഡിന്റെ ശുചിമുറികൾ മുൻപ് തീർത്ഥാടകർക്ക് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും വേണ്ടി മാറ്റിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടി കിടക്കാണ്. ഈ 30 രൂപ ബാത്റൂം പോകാൻ വേണം. ഒരാൾക്ക് ബാത്റൂം പോയി കുളിക്കാനും കക്കൂസ് പോകാനും 30 രൂപ കൊടുക്കണം. ചില സ്ഥലത്തൊക്കെയുള്ള പാർക്കിംഗ് ഉണ്ട്. ഇവിടെയൊക്കെ എങ്ങനെ പാർക്കിങ്ങിന്റെ പൈസ ഉണ്ടെന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് ഞാനിപ്പോൾ വണ്ടി പുറത്തിട്ടിട്ട് വന്നത്. ഇപ്പോൾ തിരക്ക് കാരണം പമ്പയിൽ നിന്ന് തീർത്ഥാടകർ സത്രത്തിലെത്തുന്നുണ്ട്. പുല്ലുമേട് വഴി പോയാൽ മറ്റിടങ്ങളിലെ ക്യൂ ഒഴിവാക്കി നേരെ സന്നിധാനത്തേക്ക് എത്താൻ കഴിയും. 2 മണിക്ക് മുമ്പ് എത്താൻ കഴിഞ്ഞാൽ മാത്രമേ തീർത്ഥാടകരെ കാനനപാതയിലൂടെ കടത്തിവിടൂ. സമയം തെറ്റിയെത്തുന്ന തീർത്ഥാടകർക്ക് ഈ അസൗകര്യങ്ങൾക്കിടയിൽ വേണം രാത്രി കഴിച്ചുകൂട്ടാൻ. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.